ഹായ് ഫ്രണ്ട്സ്, ഹലാനീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു വടയാണ്. സാബൂൻ അരി വെച്ചാണ് ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് സാബൂൻ അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഈ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 300 ഗ്രാം അരിയാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കണം. ഈ അരിയൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 8 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്തു വെക്കണം. അന്നേരം തന്നെ എന്തായാലും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 8 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് ഞാനിവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 8 മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. ഇതുപോലെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിയാണിത്. ഇതുപോലെയാണ് ഉണ്ടാവാൻ. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് കൈവച്ച് ഒന്ന് ഉടച്ചതിന് ശേഷം ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ കൈവച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പീനട്ട്സ് ആണ്. അത് ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പീനട്ട്സ് ആണ്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പീനട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. ചെറുതായി അരിഞ്ഞെടുത്ത 5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ എരിവൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തത്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ആദ്യം ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറുതെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതൊന്ന് ബോൾസായി കിട്ടണമെങ്കിൽ പൊട്ടാറ്റോ ഇല്ലാതെ ഇതെന്തായാലും ആവില്ല. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസാക്കി വടയുടെ ഷേപ്പിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാൻ എല്ലാം ബോൾസാക്കി വടയുടെ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്നത് വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നമ്മൾ കഴിച്ചിട്ടുള്ള വടയിൽ നിന്നും വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്ത ആളാണെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക.
എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 ഭാഗവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.